ബ്ലൂമിംഗ് ബഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചൈൽഡ് സെക്സ് അബ്യൂസ് ഒരു പരിധി വരെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് നോക്കാം. വി ബിലീവ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ അബ്യൂസേഴ്സ് ആർ അൺനോൺ പീപ്പിൾ. പക്ഷെ അത് ശരിയല്ല. റിസർച്ച് സേസ് മജോറിറ്റി ഓഫ് ദ അബ്യൂസേഴ്സ് ആർ നോൺ ടു ദ ഫാമിലി. അവർ പേരൻസിൻ്റെ സിബ്ലിങ്സ് ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ചിലപ്പോഴൊക്കെ ടീച്ചേഴ്സ് ആയിരിക്കാം, ബസ് ഡ്രൈവേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ അവർ ആ അബ്യൂസ് സംഭവിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞുമായിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുള്ളവരായിരിക്കാം. ഇവർ സ്നേഹപ്രകടനങ്ങൾ നടത്തി കുഞ്ഞിൻ്റെ ട്രസ്റ്റ് അവരെടുക്കും. അതിനുശേഷം ഗിഫ്റ്റൊക്കെ കൊടുക്കും, അതല്ലെങ്കിൽ അവരുടെ കൂടുതലിരുന്ന് കളിക്കും. അതിന് ശേഷമായിരിക്കും അതിന് ഗ്രൂമിങ് എന്നാണ് പറയുന്നത്. ആ കൂടുതൽ ഒരു കാര്യം കൂടി പറയും, ഈ ഞാൻ ഗിഫ്റ്റ് തന്നതും നിങ്ങളുടെ കൂടെ ഇരുന്ന് കളിച്ചതുമൊക്കെ ആരോടും പറയരുത്, അത് സീക്രട്ടായിട്ട് വെക്കണമെന്ന്. അതിനാണ് ഗ്രൂമിങ് എന്ന് പറയുന്നത്. ഈ ഗ്രൂമിങ്ങിന് ശേഷമാണ് ചൈൽഡ് വിൽ ബി എക്സ്പോസ് ടു അബ്യൂസ്. അപ്പോൾ ഡിയർ പേരൻസ്, നമ്മൾക്ക് ഒരു പരിധി വരെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. നിങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഈസ് teach them consent and boundaries. Teach your children how to say no. And number 2, ആരും സീക്രട്ട് ആരെങ്കിലും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പേരൻസിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ വന്ന് ഉടനെ തന്നെ പറയണം, യു ആർ നോട്ട് സപ്പോസ് ടു ബി കീപ്പിംഗ് എനി സീക്രട്ട്. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഏതെങ്കിലും റാൻഡം അങ്കിൾ ആൻഡ് ആൻറ്റി വീട്ടിൽ വരുമ്പോൾ കുഞ്ഞ് തന്നെ ആണെങ്കിൽ ആ റൂമിൽ കയറാൻ അനുവദിക്കരുത്. നമ്പർ 4, ഡു നോട്ട് ഫോഴ്സ് യുവർ ചൈൽഡ് ടു ഹഗ്, കിസ് ഓർ സിറ്റ് ഓൺ ദ laps of your guest. Thank you. Your Miss Leela from Blooming Buds.